ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഗ്രേഡ് 9-ലെ നമ്പർ സിസ്റ്റം എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് എക്സസൈസിലെ തേർഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഷോ ഹൗ റൂട്ട് 5 ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഓൺ ദ നമ്പർ ലൈൻ. അപ്പോൾ റൂട്ട് 5 എങ്ങനെയാണ് നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ റൂട്ട് 2-ഉം റൂട്ട് 3-യും ഒക്കെ എങ്ങനെയാണ് നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് ഇൻട്രഡക്ഷനിൽ ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ അത് കാണണം. അത് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്തത് പൈത്തഗോറസ് തിയറം ആയിരുന്നു. പൈത്തഗോറസ് തിയറം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും ഒന്നുകൂടെ പറയാം ഞാൻ. ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഈ വലിയ സൈഡിനെയാണ് നമ്മൾ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത്. ഇത് ബേസ് ആണ്, ഇത് ആൾട്ടിറ്റ്യൂഡ്, അതിൻ്റെ ഹൈറ്റ്. ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽസ് ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. മനസ്സിലായല്ലോ? ഇവിടെ നമുക്ക് റൂട്ട് 5 ആണ് നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യേണ്ടത്. അതും ഇതും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ഞാൻ ഇപ്പോൾ പറയാം കേട്ടോ. 5 ഈക്വൽസ് ടു 4 പ്ലസ് 1 ആണല്ലോ. അപ്പോൾ നമുക്ക് ഇതിനെ 5 ഈക്വൽസ് ടു 4 2 സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. പിന്നെ 1 സ്ക്വയർ എന്നും എഴുതാം. അപ്പോൾ ഈ എക്സ് സ്ക്വയർ ഈക്വൽസ് ടു ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന ഫോമിലാണല്ലോ ഇപ്പോൾ ഇതുള്ളത്. അതായത് നമുക്ക് എക്സ് സ്ക്വയറിന്റെ പ്ലേസിൽ 5 ആണുള്ളത്, ബി സ്ക്വയറിന്റെ പ്ലേസിൽ 2 സ്ക്വയർ, എ സ്ക്വയറിന്റെ പ്ലേസിൽ 1 സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയർ ഈക്വൽസ് ടു 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് പറയാലോ. അങ്ങനെയാണെങ്കിൽ എച്ച് ഈക്വൽസ് ടു എന്തായിരിക്കും? റൂട്ട് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ആയിരിക്കും അല്ലേ. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്, പ്ലസ് 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1, ദാറ്റ്സ് ഈക്വൽസ് ടു റൂട്ട് 5. ഇപ്പൊ മനസ്സിലായില്ലേ എങ്ങനെയാണ് റൂട്ട് 5-ഉം ഈ ഒരു പൈത്തഗോറസ് തിയറവും കൂടെ കണക്ട് ചെയ്തതെന്ന്? ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇവിടുത്തെ ഹൈപ്പോട്ടന്യൂസ് റൂട്ട് 5 ആണ്, ആൾട്ടിറ്റ്യൂഡ് 1 ആണ്, ബേസ് 2 ആണ്. ക്ലിയർ അല്ലേ കൂട്ടുകാരെ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കണം. ഇത് നമ്മൾ ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ ഓരോ സൈഡിന്റെ മെഷർമെന്റ് ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ബേസ് 2 യൂണിറ്റ്സ് ആണ്, ആൾട്ടിറ്റ്യൂഡ് 1 യൂണിറ്റ് ആണ്, ഹൈപ്പോട്ടന്യൂസ് റൂട്ട് 5 യൂണിറ്റ്സ് ആണ്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എന്താ? ഷോ ഹൗ റൂട്ട് 5 ക്യാൻ ബി റെപ്രസെന്റഡ് ഓൺ ദ നമ്പർ ലൈൻ. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്യാം. നമ്മൾ പൈത്തഗോറസ് തിയറം യൂസ് ചെയ്തിട്ട് കണ്ടുപിടിച്ചത് ആൾട്ടിറ്റ്യൂഡ് 1 യൂണിറ്റ്, ബേസ് 2 യൂണിറ്റ്സ് ആൻഡ് ഹൈപ്പോട്ടന്യൂസ് റൂട്ട് 5 യൂണിറ്റ്സ്. ഇത്രയും എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നമുക്കൊരു നമ്പർ ലൈൻ വരയ്ക്കാം. പോയിന്റ്സ് മാർക്ക് ചെയ്യാം. 1 2 3 4. ഇതുപോലെ തന്നെ ഈ സൈഡിലും മാർക്ക് ചെയ്യാം. -1, -2, -3. ബേസ് 2 യൂണിറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതാണ് 0 മുതൽ 2 വരെ 2 യൂണിറ്റ്സ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെയാണ് 2 യൂണിറ്റ്സ് വരുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് മേലോട്ട് ഒരു പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്യണം. അതിനായിട്ട് പ്രൊട്രാക്ടർ സ്ട്രെയിറ്റ് ആയി വെക്കാം. അതിൽ നിന്ന് 90 ഡിഗ്രി വരുന്ന സ്ഥലത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പ്രൊട്രാക്ടർ അവിടെ നിന്ന് മാറ്റി റൂളർ യൂസ് ചെയ്ത് 1 യൂണിറ്റ് മാർക്ക് ചെയ്യാം. ഈ 2 ഡോട്ട്സും ജോയിൻ്റ് ആയി വരുന്ന പോലെ റൂളർ വെച്ച് 1 യൂണിറ്റിൽ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. റൂളർ യൂസ് ചെയ്തിട്ട് 0-ൽ നിന്ന് ഈ പോയിന്റിലോട്ട് ഒരു ലൈൻ വരയ്ക്കാം. അപ്പോൾ ഇത് 2 യൂണിറ്റ്സ് ആയിരുന്നു, ഇത് 1 യൂണിറ്റ്. ഇതാണ് നമ്മുടെ ഹൈപ്പോട്ടന്യൂസ് ആയ റൂട്ട് 5. പക്ഷേ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് നമ്പർ ലൈനിലാണ് റൂട്ട് 5 റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ കോമ്പസ് എടുക്കുന്നു. അത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എടുത്ത് ഇതിലൂടെ ഇങ്ങോട്ട് ഈ ലൈനിലോട്ട് വരയ്ക്കണം. കണ്ടോ? ഇപ്പോൾ ഇവിടെ ഈ ലൈൻ കട്ടായി വന്ന ഈ പോയിന്റാണ് റൂട്ട് 5. മനസ്സിലായല്ലോ? ഈ 0-ൽ നിന്ന് തുടങ്ങി നമുക്ക് കിട്ടിയ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മുടെ റൂട്ട് 5. റൂട്ട് 5-ന്റെ റെപ്രസെൻറ്റേഷൻ എല്ലാവർക്കും മനസ്സിലായോ? ഞാൻ ഒരു തവണ കൂടി പറയുന്നുണ്ട്. നമ്മൾ ആദ്യം ബേസ് 2 യൂണിറ്റ്സ് എടുത്തു, 1 യൂണിറ്റ് നമ്മൾ പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ഈ പോയിന്റും കൂടി ജോയിൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത് 2 യൂണിറ്റ്സും ഇത് 1 യൂണിറ്റും ആണെങ്കിൽ ഇത് റൂട്ട് 5 യൂണിറ്റ്സ് ആയിരിക്കും. റൂട്ട് 5 ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് നമ്മൾ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ
ആ ഒരു ഡിസ്റ്റൻസ് നമ്മൾ കോമ്പസിലെടുത്ത് അവിടെ നിന്ന് താഴേക്ക് നമ്മുടെ നമ്പർ ലൈനിലേക്ക് ഒരു ആർക്ക് വരച്ചു കൊടുത്തു. ആ ആർക്ക് നമ്പർ ലൈനിനെ കട്ട് ചെയ്യുന്ന സ്ഥലത്താണ് √5 മാർക്ക് ചെയ്യേണ്ടത്. ആ ഒരു ഡിസ്റ്റൻസ് ആണ് ഇവിടെ കാണിച്ചത്. എല്ലാവർക്കും മനസ്സിലായല്ലോ? നേരത്തെ പറഞ്ഞ പോലെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം. നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ഞാൻ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ. പിന്നെ ഇതിന് മുന്നുള്ള സൊല്യൂഷൻ വീഡിയോസ് എല്ലാതും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. കാണാത്തവർ അതെല്ലാം കാണണം. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.